ITI സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക് മെക്കാനിക് സെക്കൻഡ് ഇയറിലെ ഫോർത്ത് സെമസ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡിജിറ്റൽ പാനൽ മീറ്ററിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ്: ഇൻട്രൊഡക്ഷൻ ഓഫ് പാനൽ മീറ്റർ, explain analog panel meter, explain digital panel meter, describe the working of 7-segment display, state the types of 7-segment display. പാനൽ മീറ്ററിൻ്റെ ഇൻട്രൊഡക്ഷന്, അനലോഗ് പാനൽ മീറ്റർ, ഡിജിറ്റൽ പാനൽ മീറ്റർ, 7-segment ഡിസ്പ്ലേ എന്താണ് അതിൻ്റെ വർക്കിങ്സ്, അതിൻ്റെ ടൈപ്സ്, ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് പാനൽ മീറ്റർ. അതായത് പാനൽ മീറ്റർ എന്താണെന്നത്. പൊതുവെ പാനൽ മീറ്റേഴ്സ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ഡിസ്പ്ലേസ് ആൻ ഇൻപുട്ട് സിഗ്നൽ ഇൻ ആൻ അനലോഗ് ഓർ ഡിജിറ്റൽ ഫോം. എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലുകളെ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെൻസിനെ ആണ് എന്ത് പറയുന്നത്, പാനൽ മീറ്റേഴ്സ് എന്ന് പൊതുവായിട്ട് പറയുന്നത്. ഇൻപുട്ട് സിഗ്നലുകളെ അനലോഗായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ നമുക്ക് കാണിച്ചു തരിക, ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഇൻസ്ട്രുമെൻസിന് എന്ന് പറയുക പാനൽ മീറ്റേഴ്സ് എന്ന് പറയുക. ദീസ് ആർ അവൈലബിൾ ഇൻ 2 ടൈപ്സ്. 2 ടൈപ്പ് പാനൽ മീറ്റേഴ്സ് ഉണ്ട്. അനലോഗ് പാനൽ മീറ്റർ APM എന്നറിയപ്പെടുന്നു, ഡിജിറ്റൽ പാനൽ മീറ്റർ DPM. അനലോഗ് പാനൽ മീറ്റർ അഥവാ APM എന്താണെന്ന് നോക്കാം. അനലോഗ് പാനൽ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂവിങ് പോയിൻറ്ററും ഡയലും ഉപയോഗിച്ചിട്ട് ഇൻഫോർമേഷൻസിന് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും, അനലോഗ് പാനൽ മീറ്റർ എന്ന് പറയും. അനലോഗ് പാനൽ മീറ്റർ യൂസസ് എ മൂവിങ് പോയിൻറ്റർ ആൻഡ് എ ഡയൽ ടു ഡിസ്പ്ലേ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ഡയലിൻ്റെയും പോയിൻറ്ററിൻ്റെയും മൂവിങ് പോയിൻറ്ററിൻ്റെയും സഹായത്തോടെ ആയിരിക്കും. ആ അനലോഗ് മീറ്റേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന റീഡിങ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് 2 മെത്തേഡ്സിലാണ്. 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ടോട്ട് ബാൻഡ് മെത്തേഡും രണ്ടാമത്തത് പൈവോട്ട് ആൻഡ് ജ്വൽ മെത്തേഡ്. ഈ ടോട്ട് ബാൻഡ് മെത്തേഡിൽ 2 റിബൺ മെറ്റൽസിൻ്റെ ഇടയിൽ നമ്മൾ നീഡിൽസിന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളത് റീഡിങ്സ് എടുക്കുന്നത്. അതിൽ ആ ടോട്ട് ബാൻഡ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹൈ ഷോക്സ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതായത് ഇറ്റ്സ് ആബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ഷോക്സിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവിനുണ്ട്. അത് ജനറലി നമ്മൾ ടോട്ട് ബാൻഡ് അനലോഗ് പാനൽ മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് DC ഡയറക്റ്റ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനറലി നമ്മളത് യൂസ് ചെയ്യുന്നത് മെഷറിങ് DC അഥവാ ഡയറക്റ്റ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ട് ബാൻഡ് ടൈപ്പ് അനലോഗ് പാനൽ മീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ പറഞ്ഞ പൈവോട്ട് ആൻഡ് ജ്വൽ മെത്തേഡ്. ഈ പൈവോട്ട് ആൻഡ് ജ്വൽ മെത്തേഡിൽ നമുക്ക് കുറച്ചുകൂടെ ഹയർ വൈബ്രേഷൻ എൻവയോൺമെൻറ്റ്സിൽ നല്ല സ്റ്റെബിലിറ്റി തരുന്നതാണ്. ആ പോയിൻറ്റർ കുറച്ചുകൂടെ സ്റ്റെബിളായിരിക്കും. വൈബ്രേഷൻ ഉള്ള എൻവയോൺമെൻ്റ് ആണെങ്കിൽ വൈബ്രേഷൻ ഉള്ള എൻവയോൺമെൻ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നതാണ് പൈവോട്ട് ആൻഡ് ജ്വൽ മെത്തേഡ്. അപ്പോൾ ജനറലി AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, പൈവോട്ട് ആൻഡ് ജ്വൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 അനലോഗ് പാനൽ മീറ്ററിൽ 2 ടൈപ്പ് ഉണ്ട്, ടോട്ട് ബാൻഡും പൈവോട്ട് ആൻഡ് ജ്വല്ല്. ടോട്ട് ബാൻഡ് മെഷറിങ് DC, പൈവോട്ട് ആൻഡ് ജ്വല്ല് മെഷറിങ് AC. ഇനി ഒരു അനലോഗ് പാനൽ മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റലിനെ അപേക്ഷിച്ച് മോർ എക്കണോമിക്കലാണ്, പക്ഷേ അക്യുറസി കുറവായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന മീറ്ററിൽ നമുക്കറിയാം 5, 10, 15, 20 ഇങ്ങനെയാണ് റീഡിങ് കൊടുത്തിരിക്കുന്നത്. 5 കഴിഞ്ഞിട്ട് 10ൻ്റെ ഇടയിൽ 4 ഡിവിഷൻസ് ഉണ്ട്, 6, 7, 8, 9. അപ്പോൾ നമ്മൾ റീഡിങ് ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറണ്ട് മീറ്ററാണ്. കറണ്ട് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് അത് പോയിൻറ്റർ വന്ന് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും 5.5 ആണോ 6 ആണോ 7 ആണോ എന്നിങ്ങനെ കൃത്യമായിട്ട് കിട്ടില്ല. അപ്പം അക്യുറസി എന്തായിരിക്കും, കുറവായിരിക്കും. കൃത്യമായിട്ട് നമുക്ക് ഡിജിറ്റൽ കിട്ടില്ല എന്നതാണ് അനലോഗ് പാനൽ മീറ്റർ ആകുമ്പോഴുള്ളൊരു ഡിഫക്റ്റ്. പക്ഷേ ഡിജിറ്റലിനേക്കാളും മോർ എക്കണോമിക്കൽ ആണ്. ഇനി ഡിജിറ്റൽ പാനൽ മീറ്റർ അഥവാ DPM എന്നറിയപ്പെടുന്നു. ഡിജിറ്റൽ പേരിൽ തന്നെയുള്ള പോലെ നമുക്ക് ഇൻഫോർമേഷൻസ് ഡിജിറ്റലായിട്ട് കാണിച്ചു തരുന്ന എന്താണ് ഡിജിറ്റൽ പാനൽ മീറ്റർ. അപ്പോൾ ഡിജിറ്റൽ പാനൽ മീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ആൻഡ് ഡിസ്പ്ലേ ഓൾ ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ആൻഡ് ഇലക്ട്രിക്കൽ വേരിയബിൾസ്, വോൾട്ടേജ്, കറൻറ്റ്, ഫ്ലോ, സ്പീഡ് എക്സെട്ര. എല്ലാ ടൈപ്പ് പ്രോസസ്സിനെയും ഇലക്ട്രിക്കൽ വേരിയബിൾസ്, വോൾട്ടേജ്, കറൻറ്റ്, ഫ്ലോ, സ്പീഡ് ഇതുപോലെയുള്ള എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും മെഷർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് എന്ത് ഡിജിറ്റൽ പാനൽ മീറ്റർ എന്നത്. ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ നമുക്ക് മെഷർ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റേഴ്സാണിത് ഡിജിറ്റൽ പാനൽ മീറ്റർ. ഇത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആൽഫ ന്യൂമറിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്കത് ഡിജിറ്റലി നമുക്ക്
കാണിച്ചിരുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നലുകളെ, അതിന് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലുകളെ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് A to Z ഉള്ള ആൽഫബറ്റ്സ് ABCD തുടങ്ങുന്ന ആൽഫബറ്റ്സും, ന്യൂമറൽസ് എന്ന് പറഞ്ഞാൽ 0 to 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ 0 to 9 വരെയുള്ള നമ്പേഴ്സും ലെറ്റേഴ്സിനെയും കാണിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളതിനെ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആൽഫ ന്യൂമറിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഡിജിറ്റൽ പാനൽ മീറ്റർ നമുക്ക് റീഡിങ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് മൾട്ടിപ്പിൾ ഇൻപുട്ട്, ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റും, ഡിജിറ്റൽ പാനൽ മീറ്ററിന് പറ്റും. DPM ഹാവ് 2 ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്, അതായത് 2 ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട്, LED ഡിസ്പ്ലേയും LCD ഡിസ്പ്ലേയും. ഇനി ടൈപ്സ് ഓഫ് DPM ആൻഡ് ഇറ്റ്സ് യൂസ് ആണ്. അതായത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് നമുക്ക് ഡിജിറ്റൽ പാനൽ മീറ്ററിലെ ടൈപ്സ് എന്നുള്ളത് 4 ഡിജിറ്റ് വോൾട്ട്മീറ്റർ അമ്മീറ്റർ, ഒന്ന് 4 ഡിജിറ്റ് വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ, 4 ഡിജിറ്റ് കാണിക്കുന്ന വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ. അതിന് ഇറ്റ് ഈസ് കേപ്പബിൾ ടു മെഷർ അപ് ടു 9999 വോൾട്ട്സ് ഓ ആംപിയേഴ്സ്. അതായത് 4 ഡിജിറ്റാണ്, അപ്പോൾ 4 9s വരെ, അതായത് 9999 വോൾട്ട് അല്ലെങ്കിൽ ആംപിയർ വരെ മെഷർ ചെയ്യാൻ കഴിയുന്നതാണിത് 4 ഡിജിറ്റ് വോൾട്ട്മീറ്റർ. ഇനി രണ്ടാമത്തതാണ് 3 ഫേസ് വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ. 3 ഫേസ് വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ 3 ഫേസിൽ യൂസ് ചെയ്യുന്ന, സിംഗിൾ ഫേസ് 3 ഫേസ് ഉണ്ട്, 3 ഫേസിൽ വോൾട്ട്സും ആംപിയറും മെഷർ ചെയ്യാൻ കഴിയുന്നതാണ് 3 ഫേസ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത്, വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ. ഇനി മൂന്നാമത്തതാണ് 3.5 ഡിജിറ്റ് വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ. 3.5 ഡിജിറ്റ് വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്ററിന് 1999 വോൾട്ട് അല്ലെങ്കിൽ ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റും, 1999 വോൾട്ട് ഓർ ആംപിയർ. ഇനി 4.5 ഡിജിറ്റ് വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ, ഇറ്റ്സ് കേപ്പബിൾ ടു മെഷർ അപ് ടു 19999, അതായത് 4.5 വരുന്ന സമയത്ത് 1, അതായത് 19999 വോൾട്ട് അല്ലെങ്കിൽ ആംപിയർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് 4.5 ഡിജിറ്റ് വോൾട്ട്മീറ്റർ. പിന്നെ ഡിജിറ്റൽ പവർ ഫാക്ടർ മീറ്റർ ഉണ്ട്, ഡിജിറ്റൽ വാട്ട് മീറ്റർ ഉണ്ട്, 4 and 5 ഡിജിറ്റ് ഫ്രീക്വൻസി മീറ്റർ. ഇതെല്ലാം ടൈപ്സ് ഓഫ് DPM വരുന്നതാണ്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ അഥവാ SSD എന്നറിയപ്പെടുന്ന 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ, ആ പേര് 7 സെഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. SSD അല്ലെങ്കിൽ SSI എന്നും 7 സെഗ്മെൻറ്റ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ കൺസിസ്റ്റ് ഓഫ് 7 LEDs, hence its name, arranged in a rectangular fashion as shown in figure. അതായത് 7 LEDs സെഗ്മെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു, റെക്റ്റാങ്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ആ പേര് പറയുന്നത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. അപ്പോൾ ഇത് ഓരോ LED, ഈ 7 LEDസിലെ ഓരോ LED നമ്മൾ സെഗ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 7 LEDs ഉണ്ട്, അല്ല ഓരോ LEDയെയും ഈച്ച് ഓഫ് 7 LEDs is called a segment because when illuminated the segment forms part of a numerical digit, both decimal and hexadecimal to be displayed. എന്നുവെച്ചാൽ ഓരോ LED നമ്മൾ പറഞ്ഞ സെഗ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അത് ഇല്ലുമിനേറ്റ് പ്രകാശിക്കുന്ന സമയം സെഗ്മെൻറ്റ്സ്, അതിൽ ന്യൂമറിക്കൽ ഡിജിറ്റിൻ്റെ ഏതാണോ ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹെക്സഡെസിമൽ നമ്പർ A to F വരെയുള്ള നമ്പറിൽ ഏതാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ആ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് ഇല്ലുമിനേറ്റ് ചെയ്യും. ഇനി അഡീഷണൽ 8th LED കൂടെയാണ്, ഒരു LED കൂടെ അതിലുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ അത് യൂസ് ചെയ്യാറ്, ചില പാക്കേജിൻ്റെ കൂടെയൊക്കെ അതുണ്ടാവാറുണ്ട്, ഡെസിമൽ പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 7 LED പുറമേ ഒരു ഡോട്ടും കൂടെ ഇവിടെ കാണാം, വലത് വശത്ത് ഫിഗറിൽ നോക്കിയാൽ കാണാം ഒരു ഡോട്ട്. ആ ഡോട്ട് ഡെസിമൽ പോയിൻ്റ് അഥവാ DP എന്നാണ് അറിയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 8th LED കൂടെ മിക്ക പാക്കേജിലും ഉണ്ടാവാറുണ്ട്. രണ്ടോ അതിൽ കൂടുതലോ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10നേക്കാൾ കൂടുതലുള്ള നമ്പേഴ്സ്, ഇപ്പോൾ 10 അതിൽ കൂടുതലുള്ള നമ്പേഴ്സ് നമുക്ക് കാണണമെങ്കിൽ 2 7 സെഗ്മെൻറ്റ്, 2 അതിൽ കൂടുതലോ 7 സെഗ്മെൻറ്റ്സ് നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്താൽ നമുക്ക് 10ൽ കൂടുതലുള്ള നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യിക്കാം. അപ്പോൾ when 2 or more 7 segment displays are connected together to display numbers greater than 10. ഇനി ഇൻഡിവിജ്വൽ LED പിൻസ് ആർ ലേബിൾഡ് ഫ്രം A to G. നമ്മൾ പറഞ്ഞു ആ ഓരോ സെഗ്മെൻറ്റ്സിനെയും നമ്മൾ A B C D E F G ഇങ്ങനെ
സെഗ്മെൻറ്റ്സ്, ആ 7 സെഗ്മെൻറ്റ്സിനും പേരുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഡിപ്പെൻഡിങ് ഓൺ വിച്ച് എലമെൻറ്റ്സ് ആർ ടേൺഡ് ഓൺ, ഏത് എലമെൻ്റാണ് സെഗ്മെൻ്റാണ് ഓൺ, അതിനനുസരിച്ചായിരിക്കും ഡെസിമൽ നമ്പർ 0 to 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ് 7 സെഗ്മെൻറ്റിൽ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അതിൽ പിന്നുകൾ എ ബി സി ഡി ഇ എഫ് ജി ഉണ്ട്, ഡോട്ട് കോമൺ പിന്നെല്ലാം ആ ഫിഗേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 0 ആണെങ്കിൽ എല്ലാ ജി ഒഴിച്ച് ബാക്കി എല്ലാ സെഗ്മെൻറ്റ്സും ഓണാവും. 1 ആണെങ്കിൽ ബിയും സിയും ഓണാവും. നമുക്ക് 2 ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ എ ബി ജി ഇ ഡി ഇത്രയാണ് ഓണാവുക. അപ്പോൾ അത് 0 to 9 വരെയുള്ളത് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഏതൊക്കെ സെഗ്മെൻറ്റ്സ് ആണ് ഓണാവുക എന്നുള്ളതാണ്. ഇനി 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഡിജിറ്റൽ ക്ലോക്സ്, ഇലക്ട്രോണിക് മീറ്റേഴ്സ്, ബേസിക് കാൽക്കുലേറ്റേഴ്സ്, റേഡിയോ, മൈക്രോവേവ് ഓവൻസ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് ഡിസ്പ്ലേ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേൻ്റെ വർക്കിംഗ് ആണ് ഇനി അടുത്തത്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേൻ്റെ വർക്കിംഗ് പറയുമ്പോൾ നമ്മൾ അതിലേക്ക്, അതായത് 7 സെഗ്മെൻറ്റ് ഡിവൈസ് നമ്മൾ പറഞ്ഞു LED കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനറലി മേഡപ്പ് ഓഫ് LEDs. ആ LED ഗ്ലോ ചെയ്യുന്നത് ഫോർവേഡ് ബയസ് കറണ്ട് അതിലേക്ക് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ആ LEDൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് പ്രകാശത്തിൻ്റെ തീവ്രത അതിലേക്ക് കൊടുക്കുന്ന ഫോർവേഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ LED ഡിപ്പെൻഡ്സ് ഓൺ ഫോർവേഡ് കറണ്ട്. അപ്പോൾ LEDയിലേക്ക് ഫോർവേഡ് ബയസ് കറണ്ട് എത്തുന്ന സമയത്ത് LED എന്തെയും ഗ്ലോ ആവും, പ്രകാശിക്കും. അതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി എന്തിനനുസരിച്ചിരിക്കും, ഫോർവേഡ് അതിലേക്ക് കൊടുക്കുന്ന ഫോർവേഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സഫിഷ്യൻറ്റ് ഫോർവേഡ് കറണ്ട് ഹാസ് ടു ബി പ്രൊവൈഡഡ് ടു ദീസ് LEDs ടു ഗ്ലോ വിത്ത് ഫുൾ ഇൻറ്റൻസിറ്റി. നല്ല ഇൻറ്റൻസിറ്റിയിൽ LED ഗ്ലോ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ ഫോർവേഡ് കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആ 7 സെഗ്മെൻറ്റ്സിൻ്റെ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമ്മളത് പറയുന്നുണ്ട്. ഇനി ഫോർവേഡ് ബയസിങ് ഓഫ് ദിസ് പിൻസ് ഇൻ എ സീക്വൻസ് വിൽ ഡിസ്പ്ലേ ദ പെർട്ടിക്കുലർ നമ്പർ ഓർ ആൽഫബറ്റ്. നമ്മൾ കൊടുക്കുന്ന ആ ഫോർവേഡ് ബയസിങ് ഏതൊക്കെ പിൻസിലാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമ്മളൊരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്, അതായത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേൻ്റെ ടേബിൾ നമുക്ക് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ 2 ടൈപ്പ് ഉണ്ട്, കോമൺ ആനോഡും കോമൺ കാഥോഡും. കോമൺ ആനോഡിൻ്റെയും കോമൺ കാഥോഡിലെയും വരുന്ന, അതായത് 0 to 9 വരെയുള്ള നമ്പേഴ്സിൽ വരുന്ന ഏതൊക്കെയാണ് ഓൺ ആവുക എന്നുള്ളതും അതിൻ്റെ ഹെക്സ് കോഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ്, അതായത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ സെഗ്മെൻറ്റ്സും 7 സെഗ്മെൻറ്റ്സിനും നമ്മൾ ABCDEFG കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നും ഏതൊക്കെയാണ്. ഇപ്പോൾ 1 ആണെങ്കിൽ BCക്ക് നമ്മൾ ഹൈ വോൾട്ട് 1 കൊടുക്കും, ബാക്കിയെല്ലാം 0 ആണെങ്കിൽ നമ്മൾ G ഒഴിച്ച് ബാക്കിയെല്ലാം 1. അങ്ങനെ ഓരോന്ന് 0 to 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ അതിൽ കാണിച്ചിരിക്കുന്നത്. Types of 7 segment display. There are 2 types of 7 segment display. നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ ആനോഡ് 7 സെഗ്മെൻറ്റ് CA എന്നറിയപ്പെടുന്നു, കോമൺ കാഥോഡ് CC. കോമൺ കാഥോഡ് 7 സെഗ്മെൻറ്റ്, കോമൺ ആനോഡും കോമൺ കാഥോഡ്. കോമൺ anode display, all the anodes of 8 LED segments are joined together to logic 1. എന്ന് വെച്ചാൽ എല്ലാ 8 LED segments എന്ന് പറഞ്ഞു, ആ 8 LED segmentsൻ്റെയും ആനോഡ്, അതായത് പോസിറ്റീവ് ടെർമിനൽ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ലോജിക് 1 നമ്മൾ അതിലേക്ക് കൊടുക്കും. The individual segments are illuminated by applying a ground or logic 0 or low signal via a suitable current limiting resistor to the cathode of the particular segment. എന്ന് വെച്ചാൽ നമ്മൾ
ആനോഡ് മൊത്തം ഷോർട്ട് നമ്മളതിലേക്ക് മൊത്തം കണക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ലോജിക് 1ഉം ഇൻഡിവിജ്വൽ ബാക്കി 8 ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ്സ് ഓരോ സെഗ്മെൻറ്റ്സിലേക്ക് നമ്മൾ ഏതാണ് നമുക്ക് ഇല്ലുമിനേറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ലോ സിഗ്നൽ നമ്മളൊരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ വഴി നമ്മളതിലേക്ക് കൊടുക്കാൻ ചെയ്യാം. ഇനി കോമൺ കാഥോഡാണെങ്കിൽ അതിൽ എല്ലാത്തിനെയും കാഥോഡ് കോമൺ ആയിട്ട് കാഥോഡ് എന്ത് ചെയ്യും കോമൺ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓൾ കാഥോഡ് കണക്ഷൻസ് ആർ ജോയിൻ ടുഗദർ ടു ലോജിക് 0 അല്ലെങ്കിൽ ഗ്രൗണ്ട്. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റ്സിൻ്റെ LED സെഗ്മെൻറ്റ്സിൻ്റെയും കാഥോഡ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ലോജിക് 0യിലേക്ക് കണക്ട് ചെയ്യും. ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ്സ് ഏതാണ് ഇലുമിനേറ്റ് ചെയ്യേണ്ട ഓരോ ഇൻഡിവിജ്വൽ ആ സെഗ്മെൻറ്റ്സിലേക്ക് നമ്മൾ ഹൈ അല്ലെങ്കിൽ ലോജിക് 1 സിഗ്നൽ നമ്മൾ കറണ്ട് ലിമിറ്റ് റെസിസ്റ്റർ വഴി നമ്മൾ അതിൻ്റെ ആനോഡ് ടേമിലേക്ക് കൊടുക്കാൻ ചെയ്യാം. ഫോർവേഡ് ബയാസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ ആ കോമൺ ആനോഡ് 7 സെഗ്മെൻറ്റ് പിക്ചറും അതുപോലെ കോമൺ കാഥോഡ് 7 സെഗ്മെൻറ്റ് പിക്ചറുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. അതായത് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടു ബി അപ്ലൈഡ് ടു ദ 7 സെഗ്മെൻറ്റ് ടു ഡിസ്പ്ലേ ദ ഡിജിറ്റ്. അതൊരു ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ആ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിലേക്ക് ഏതൊക്കെ ഡാറ്റ കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ട്രൂത്ത് ടേബിൾ. അപ്പം നമ്മൾ ഡെസിമൽ നമ്പർ 0 to 9 0 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ് ഏതൊക്കെ ഓൺ ഏതൊക്കെ ഓഫ്. ഇപ്പോൾ എക്സാമ്പിൾ 0 ആണെങ്കിൽ A ഓൺ, B C D E F ഓൺ, G മാത്രം ഓഫ്. 1 ആണെങ്കിൽ A ഓഫ് ആയിരിക്കണം, B C ഓൺ, D ഓഫ്, E ഓഫ്, ബാക്കി F G ഒക്കെ ഓഫ്. ഇനി 2 ആണെങ്കിൽ A B ഓൺ ആയിരിക്കും, C ഓഫ്, D ഓൺ ആയിരിക്കണം, E ഓൺ ആയിരിക്കണം, F ഓഫ്, G ഓൺ. ഇങ്ങനെ ഓരോ 9 8 ആണെങ്കിൽ 8 9 ഓൾ സെഗ്മെൻറ്റ്സ് വിൽ ബി ഓൺ. എല്ലാ സെഗ്മെൻറ്റ്സും ഓൺ ആയിരിക്കണം. അപ്പോൾ അതാണ് ട്രൂത്ത്. എൻ്റെ ഏതൊക്കെ ഓൺ ആയിരിക്കണം എന്നുള്ള ഡേറ്റാസ് കാണിക്കുന്നതാണ് എൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, താങ്ക് യു.